ഇസബത്ത് സോയിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മളുടെ വീടുകളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കറ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് എങ്ങനെ നമുക്ക് കഴുകിയെടുക്കാമെന്നുള്ളതാണ്, നല്ല വൃത്തിയാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് കോപ്പർ, ബ്രാസ് ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലിക്വിഡ് തയ്യാറാക്കുന്നുണ്ട്. ആ ലിക്വിഡിലൊരു 10 മിനിറ്റ് നേരം നമ്മളൊന്ന് മുക്കി വെച്ചാൽ മതി. പിന്നെ തേച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സോപ്പിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. അത്രയ്ക്ക് നല്ലൊരു ലിക്വിഡാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് പല മാർഗ്ഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഈസി ആയിട്ടുള്ളൊരു മാർഗം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് സിട്രിക് ആസിഡ് പൗഡർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ലെമൺ സോൾട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വലിയ ദോഷമുള്ളൊരു സാധനമൊന്നുമല്ല കേട്ടോ. ഒത്തിരി പ്രോഡക്റ്റിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ ഇത് pH ബാലൻസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കും. അതുപോലെ ഫുഡൊക്കെ പ്രിസർവ് ചെയ്യാൻ, അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട് ഇതിന്. അപ്പോൾ പിന്നെ ഇത് ഉപയോഗിക്കുമ്പം നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യണം. എന്തായാലും ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ, അപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതാണ് സിട്രിക് ആസിഡ് പൗഡർ. പഞ്ചസാര പോലെയൊക്കെ ഇരിക്കും, കുറച്ച് തരിയൊക്കെ ഉള്ളതാണ്. ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ വെള്ളം നമുക്ക് തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. കുറേ അധികം പാത്രം ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റിനകത്ത് വെള്ളം എടുക്കുമായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 4 കപ്പ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ സിട്രിക് ആസിഡ് പൗഡർ. 2 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി കേട്ടോ. ഞാൻ പിന്നെ കുറച്ചും കൂടെ കൂടുതൽ ഇട്ടുവെന്നേ ഉള്ളൂ. ഈ സിട്രിക് ആസിഡ് പൗഡറും കൂടി ഇട്ടതിന് ശേഷം സ്പൂൺ എടുത്ത് നല്ലതുപോലെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം. കാരണം ഇത് കുറച്ച് തരിയാണ്. അപ്പോൾ ശരിക്കും ഒന്ന് അലിയണമെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പാത്രം കഴുകാനുള്ള ലിക്വിഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പാത്രങ്ങളെടുത്ത് ഇതിൽ മുക്കി നോക്കാം. കണ്ടോ, നല്ലോണം ഇത് ക്ലാവ് പിടിച്ച ഈ പാത്രം ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ മുക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ അധികം വെള്ളമുണ്ടെങ്കിൽ നമുക്കതിലങ്ങ് മുക്കി ഇട്ടാൽ മതി. ഇതിപ്പോൾ അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് കുറേശ്ശെ ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ തിരിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ പാത്രത്തിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതിലങ്ങ് മുക്കി ഇട്ടാൽ മതി. ഇപ്പോൾ കണ്ടോ, മുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറുന്ന നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, എത്ര പെട്ടെന്നാണ് നമുക്കത് ക്ലിയർ ആവുന്നത്. ഇപ്പം ഇടയ്ക്ക് ഞാനിപ്പം 10 മിനിറ്റ് ഒക്കെ ഇതിൽ മുക്കി വയ്ക്കുവാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും. ഞാൻ ഇത്രയും സമയമൊന്നും വയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മുക്കി എടുത്തുള്ളൂ. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. കാരണം ഇടയ്ക്കോടെ വരെ കറുപ്പ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് തൂക്കുകയാണെങ്കിൽ നല്ല ക്ലീനാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുക്കി വെച്ചാൽ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. കണ്ടോ, എത്ര പെട്ടെന്നാണ് നമുക്ക് ക്ലീനായി കിട്ടിയിരിക്കുന്നത്. ഈ ചെറിയ പാത്രം പിന്നെ തേക്കേണ്ടൊന്നും ആവശ്യമില്ല, അത് നല്ല ക്ലീനാണ്. ഇനി അടുത്ത പാത്രം ഒന്ന് മുക്കി വയ്ക്കാം. ഇത് പക്ഷേ ഇതിൽ മുങ്ങി കിടക്കത്തില്ല, അതുകൊണ്ട് ഇതൊന്ന് നല്ലപോലെ ഇതുപോലെ ചിറ്റിച്ച് കൊടുക്കണം. കാരണം ഈ വെള്ളം എല്ലാ ഭാഗത്തും വന്നാൽ മാത്രമല്ലേ അത് ക്ലീൻ ആവുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ഈ സ്പോഞ്ച് ഇട്ടിട്ട് ഇടയ്ക്കൊക്കെ ഈ കറുപ്പ് തോന്നുന്ന ഭാഗത്തൊന്ന് അതും തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഈ പാത്രവും നല്ല ക്ലീനായി. കണ്ടോ, എത്ര പെട്ടെന്നല്ലേ. ഇത്രയും എളുപ്പമുള്ളൊരു മാർഗ്ഗം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അത്ര ഈസിയായി ഇത് കഴുകാനായിട്ട്. അടുത്ത പാത്രം ഇതുപോലെ തന്നെ കഴുകിയെടുക്കാം. ഞാനിനി
സ്പോഞ്ച് മാറ്റിയിട്ട് സ്റ്റീൽ വൂൾ വെച്ചിട്ടൊന്ന് തേച്ച് നോക്കുക, എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്റ്റീൽ വൂൾ ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല കളറ്, ഒന്നും കൂടെ ഒരു ഗ്ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്റ്റീൽ വൂൾ ഇടുമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, ഇപ്പം മറ്റേ പാത്രത്തിലൊക്കെ കുറച്ചുകൂടി ഒരു ഗ്ലോ ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 10 മിനിറ്റ് മുക്കി വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരാവശ്യം വരത്തില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുക്കി എടുത്തുകൊണ്ടാട്ടെ ഇത്രയും പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പാത്രങ്ങളെല്ലാം ക്ലീനാക്കി കഴിഞ്ഞു. ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, ഈ പാത്രത്തിൻ്റെ അഴുക്കായതെല്ലാം. ഇനി ഞാനിതിലേക്ക് സ്റ്റീലിൻ്റെ ഒരു കപ്പും 2-3 സ്പൂണൊക്കെ ഇടുകയാണ്. അപ്പോൾ വെള്ളം വെറുതെ കളയണ്ടല്ലോ. ചായക്കപ്പിലും കുറച്ചൊക്കെ ഒരു കറ പോലെയൊക്കെ ഉണ്ട്, അതും ഞാനിതിലൊന്ന് മുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ശരിക്കും നല്ലൊരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും കേട്ടോ. ഈ റെഡ് കളർ കപ്പുണ്ടല്ലോ, ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ശരിക്കും ഒരു കളർ മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കണ്ടോ, നല്ല വൈറ്റ് കളറായത്. പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഇനി ഈ പാത്രം ഒന്ന് സോപ്പിട്ട് വേണമെങ്കിൽ ഒന്ന് കഴുകിയിട്ട് നല്ല വൃത്തിയായിട്ട് ഇതുപോലെ തുടച്ച് വയ്ക്കണം. വെള്ളമയൊന്നും ഇല്ലാതെ വേണം ഈ പാത്രം വയ്ക്കാനായിട്ട്. ഞാൻ കാണിച്ച പുതിയ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര പെട്ടെന്നാണ് പാത്രങ്ങളെല്ലാം വെളുത്ത് കിട്ടിയത്. ഇത് നമ്മളൊത്തിരി കഷ്ടപ്പെട്ട് കിടന്ന് തേക്കേണ്ട ഒരാവശ്യമില്ല. അപ്പം നിങ്ങൾക്കും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.